ചോദിക്കാനുണ്ട്. അതായത് ആ സമയത്ത് സ്വന്തമായിട്ട് ബ്രേക്ക് ഡൗൺ ആവുന്നതിന് അല്ല, ആ പകരം സമയം എന്ന് പറയണ്ട. എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അങ്ങനത്തെ അങ്ങനത്തെ സമയങ്ങൾ സ്വന്തമായിട്ട് ബ്രേക്ക് ഡൗൺ ആവുന്നതിന് പകരം ഇപ്പോൾ കൂടെയുള്ള ഒരാൾ, ഇപ്പോൾ ഫാമിലി ആരെങ്കിലും ആയിക്കോട്ടെ, അവർ നമ്മളെ ഓർത്ത് കരയുന്നത് കാണുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ അതെ, അതാണ് നമുക്ക്. എന്നാലും നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിനു മുമ്പ് എനിക്ക് ലോസസ് ഉണ്ടായിട്ടുണ്ട് ബിസിനസ്സിൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതെല്ലാം ഒലിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ധൈര്യം കൈവിടരുത്. ബിക്കോസ് നമ്മൾ ആരോടും അത് പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പം ബ്രേക്ക് ഡൗൺ ആവും. എടോ, നമ്മൾ മൈനസിലായി, നമ്മൾ ലോസിലായി, ഇനി നമ്മൾ ഒന്നേന്ന് തുടങ്ങണം എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ അത് നമ്മൾ ധൈര്യം കരയുടെ എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അതേപോലെ തന്നെ എല്ലാം ഓക്കെയാണ്, എവറിത്തിങ് വിൽ ബി ഫൈൻ എന്നുള്ള രീതിയിൽ നമ്മളങ്ങോട്ട് മുമ്പോട്ട് പോകാം. ബിക്കോസ് നമ്മളെയാണ് അവരെല്ലാം നോക്കുന്നത്, അല്ലേ? അപ്പോൾ യു ഷുഡ് നോട്ട് ബ്രേക്ക് ഡൗൺ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ആ സ്ട്രോങ് സ്മൈലിങ് ഫേസ് കൊടുത്ത് നമ്മളതിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടാവും അത്. പക്ഷേ വി ജസ്റ്റ് ഗിവ് എ സ്മൈൽ ആൻഡ് മൂവ് ആയിട്ട്. പക്ഷേ വെൻ യു ആർ കോൺഫിഡൻറ്റ് ദറ്റ് നമ്മൾ ശരിയാണ്, then the world will conspire to give it back to you. മനസ്സിലായി? നമുക്ക് ദൈവവും അല്ലെങ്കിൽ the entire world will conspire and say you will come back എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. സോ നമ്മുടെ ആ കോൺഫിഡൻസിൽ അങ്ങോട്ട് മുമ്പോട്ട് പോവുക, എവറിത്തിങ് വിൽ ബി ഫൈൻ. ഇപ്പോൾ ഒരു കംബാക്കാണ് വലിയ രീതിയിൽ നടത്തി. അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കംബാക്ക് ഒന്നുമില്ല. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലത് വർക്കാവും, ചില സിനിമയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 22 സിനിമകൾ 23ആയി. അതിൽ 18 നമുക്ക് പ്രോഫിറ്റായിട്ടാണ് ഉള്ളത്. ചിലത് ബോക്സ് ഓഫീസിൽ വർക്കായിട്ടില്ല, ചിലത് റൈറ്റ്സിലൂടെ ചെയ്യും, ചിലത് എല്ലാ ഏസ്തെറ്റിക്കൽ നാഷണൽ അവാർഡ്. അപ്പം കഴിഞ്ഞ കൊല്ലം നാഷണൽ അവാർഡ് കിട്ടി. അപ്പം ചിലത് ഏസ്തെറ്റിക്കലി, കമേഴ്ഷ്യലി എല്ലാ രീതിയിലും വർക്കാവും. ഇപ്പം പടക്കളം അതിൻ്റേതായ രീതിയിൽ വർക്കാവുന്നു, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് ഉണ്ട്. അപ്പോൾ ആളുകളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷമുണ്ട്. അടുത്തതും അങ്ങനെ നമ്മുടെ ജോലി ചെയ്യുക, പുട്ട് 100%, ദ റിട്ടേൺസ് വിൽ കം. അത് ഏത് രീതിയിലാണ് റിട്ടേൺസ് എന്ന് പറയാം. ചിലപ്പം പ്രോഫിറ്റായിട്ട്, നമുക്ക് അക്ലോഡ്സ് ആയിട്ട്, നമുക്ക് അവാർഡ്സ് ആയിട്ട്, ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് വരും എന്ന് വിശ്വസിക്കുന്നു. വിജയ് ബാബു ആസ് എ പേഴ്സൺ തോന്നുന്നുണ്ടോ അതായത് ഈ സെലിബ്രിറ്റികൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ വരുമ്പോൾ അവർക്ക് സംസാരിക്കാനൊരു സ്പേസ് ആരും കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? സെലിബ്രിറ്റികളെന്നല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിൽ വന്നാൽ അല്ല, കുറച്ചുകൂടി അവർക്ക് ആ ഒരു സ്പേസ് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അത് ഓരോരുടെ പേഴ്സണൽ ചോയ്സാണ്, സംസാരിക്കണോ വേണ്ടതെന്നുള്ളത്. നമ്മൾ ബോധ്യപ്പെടുത്താൻ പോയാൽ ആരെയൊക്കെ ബോധ്യപ്പെടുത്തണം, എത്ര പേരെ ബോധ്യപ്പെടുത്താൻ പറ്റും? ഇനി നമ്മളത് പറഞ്ഞാൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പം അതിൽ നമ്മൾ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അതിലും നല്ലത് ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ വർക്ക് ആൻഡ് മൂവ് ഓൺ. കാരണം അത് പോസിബിൾ അല്ല. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സൂര്യക്ക് മനസ്സിലാവും. അതായത് ഓരോന്നിനും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. അതിലും കാര്യമില്ല. അതിൻ്റെ അടിയിലും കമൻസ് വരും, അതിൻ്റെ അടിയിലും കാര്യങ്ങൾ വരും. പിന്നെ അതിൽ നമ്മൾ വീണ്ടും ഡാർക്കാവും. യു അണ്ടർസ്റ്റാൻഡ് ഐ എം സീയിങ്? അപ്പോൾ അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ ബിക്കോസ് ഓഫ് ദ സോഷ്യൽ മീഡിയയുടെ വലിപ്പം അതിലൊക്കെ ഉപരിയാണ്. അപ്പം നമ്മൾ ആൾക്കാരോട് നമുക്ക് ഒരേ സമയം സംസാരിക്കാൻ പറ്റില്ല. യു ആർ വൺ പേഴ്സൺ, അല്ലേ? അപ്പം നമ്മൾ സംസാരിച്ചാലും അതിലൊന്നും കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രത്തോളം സ്ട്രോങ് ആണ് വിജയ് ബാബു? ഞാൻ ഡെയിലി ജിമ്മിൽ പോകാറുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഫിറ്റ്നസ് നോക്കുന്നില്ല. ഇല്ല, കുറച്ച് ദിവസമായിട്ട് ഓട്ടല്ലേ, ആടും ഇതും പടക്കളവും എല്ലാം കൂടെ കഴിഞ്ഞ ഒരു മാസമായിട്ട്. ഇനിയൊന്നും ഇപ്പോൾ ഇച്ചിരി ബ്രേക്ക് ഉണ്ടല്ലോ, ഒരു വെൽക്കം ബ്രേക്കാണ്. അപ്പം ഒന്ന് വർക്കൗട്ട് ചെയ്ത് എടുക്കണം. ഐ എം മെൻ്റലി വെരി സ്ട്രോങ്. ഞാൻ അങ്ങനെയൊന്നും പെട്ടെന്ന് തളരുന്ന ആളല്ല. മെൻ്റലി ഐ എം വെരി സ്ട്രോങ്. അത് സ്ട്രോങ് ആയതാണ് ഓവർ ദ പീരീഡ് ബിക്കോസ് യു ഹാവ് ഗോൺ ത്രൂ എ ഹോൾ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ലൈഫ്. വളരെ ചെറിയ ഏജിൽ ഞാൻ ബിസിനസ് തുടങ്ങിയ ആളാണ്. അവിടെയൊക്കെ നമുക്ക് ലോസസ് ഉണ്ടായിട്ടുണ്ട്, അപ്പ് ഉണ്ടായിട്ടുണ്ട്, ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ നാച്ചുറലി സ്ട്രോങ് ആവുന്നതാണ്. അങ്ങനെ ചിലപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ എല്ലാ കാലവും നമ്മളങ്ങനെ നിൽക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ അതാവാതെ മുമ്പോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. ഈ ക്രിയേറ്റീവായിട്ട് മുന്നോട്ട് വരുന്ന ആളുകൾ ലൈഫിൽ കുറച്ചുകൂടി ബാക്കിയുള്ള ആളുകളെക്കാളും സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ടാകും. ദേ ക്യാരി എ സ്കാർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനത്തെ എന്തെങ്കിലും
ഒരു സ്കാർ വിജയ് ബാബു ക്യാരി ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ ഒന്നും അങ്ങനെ ഒന്നും എന്നെ പേഴ്സണലി എടുക്കുന്ന ഒരാളല്ല. എന്നെ അഫക്റ്റ് ചെയ്യില്ല. ഞാൻ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് അതിനെ വളരെ സയൻറ്റിഫിക്കലി, അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, എനിക്കിപ്പം പടക്കളൊരു സക്സസ് ആയി, എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ആ സക്സസ് വന്നത്, എവിടെയാണ് നമ്മൾ കറക്റ്റായി പ്രവർത്തിച്ചത്. അതേപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ ഉണ്ടായി, അതൊരു സ്കാറാവാൻ ഞാൻ സമ്മതിക്കാറില്ല. അതിനെ ഒരു മിസ്റ്റേക്കായിട്ട് കണ്ടു, അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഓക്കെ ഫൈൻ, അതിനെ ഉള്ളിലേക്ക് എടുക്കാതെ ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയുള്ളൂ. ഐ ഡോണ്ട് ക്യാരി ഇറ്റ് വിത്ത് മീ. ഐ ഡോണ്ട് ക്യാരി എനി ബാഗേജ്, എനി സ്കാർസ്, എനിത്തിങ്. അതിനെ ഒരു പ്രശ്നമായിട്ട് കൂടെ കൊണ്ട് ലൈഫ് ലോങ് നടക്കാറില്ല. ഐ ലിവ് ഫോർ ദ നെക്സ്റ്റ് ഡേ. whatever past, let it go and let it go. നേരത്തെ പറഞ്ഞു ഷറഫുദ്ദീനാണ് പടക്കള അഭിനയിച്ചപ്പോൾ തോന്നിയ ഒരു അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ. സുരാജിനെ നമ്മൾ ഈ സിനിമ സ്ക്രിപ്റ്റ് വന്നപ്പോൾ തന്നെ അതിൽ ഒരു കാസ്റ്റ് ഫിക്സ്ഡ് ആയിരുന്നത് സുരാജാണ്. സുരാജിൻ്റെ ക്യാരക്ടർ അങ്ങനെ തന്നെ ആവണം, അതാണെന്ന് മനുവാൻ തീരുമാനിച്ചാണ്, ഞാനും തീരുമാനിച്ചാണ്. മറ്റുള്ള ക്യാരക്ടേഴ്സാണ് നമ്മൾ ഓപ്ഷൻസ് വെച്ചിരുന്നത്. അപ്പം ഷറഫിലേക്ക് എത്തി. ബിക്കോസ് ഷറഫുമായിട്ട് എനിക്ക് ഒരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ്, എനിക്കറിയാം ഷറഫിനെ, നമ്മൾ പലയിടത്ത് വെച്ച് കാണും, കൈ കൊടുക്കും എന്നല്ലാതെ ഷറഫിന് എനിക്ക് പേഴ്സണലി ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ വളരെ അടുത്ത ഫ്രണ്ട്സാണ്. അപ്പോൾ ഷറഫ് വാസ് സംതിങ് ഫോർ മീ. എനിക്ക് ഒരു ഐ ഓപ്പണർ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഐ മീൻ വളരെ ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺ, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് വാട്ട് എ ഗ്രേറ്റ് ആക്ടർ എന്ന് എനിക്ക് ഷൂട്ടിംഗ് സമയത്തും പുള്ളി വന്നിട്ട് മോണിറ്റർ പോലും നോക്കാറില്ല. പുള്ളി വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഷറഫു ഇതുവരെ എടുത്തല്ല ഒന്ന് കാണാം മൂഡിലേക്ക്. അതിൻ്റെ ആവശ്യമില്ല, സ്ക്രിപ്റ്റിലുണ്ടായിരുന്നല്ലോ, അത് തന്നെയല്ലേ എടുത്തിരിക്കുന്നത്. ബട്ട് അത് തന്നെ എടുത്തിരിക്കുന്നത്. പുള്ളി ആ സീൻസ് കണ്ടിട്ടില്ല. പുള്ളി പറഞ്ഞാൽ അത് ഞാൻ ചിലപ്പം ഇതായി പോകും. പുള്ളിക്ക് ആകെ അറിയേണ്ടിയിരുന്നത് സുരാജിൻ്റെ മാനറിസമാണ് പുള്ളിക്ക് അറിയേണ്ടത്. സുരാജിൻ്റെ പോർഷൻസ് തുടങ്ങിയിട്ടില്ല. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ നോക്കേണ്ടത് സുരാജിൻ്റെ മാനറസ് അല്ലേ, അപ്പം അത് ഞാൻ പിടിച്ചോളാം, എനിക്ക് സുരാജിൻ്റെ മാനറസ് കുറേ അറിയാം എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഷോർട്സ് പോലും പുള്ളി നമുക്ക് 90% ഓഫ് ദ ആക്ടേഴ്സ് ഓടി വന്ന് മോണിറ്റർ ചെയ്ത് നോക്കും. ഐ വാസ് സർപ്രൈസ് ദറ്റ് ഹി ഡസൻ ലുക്ക് അറ്റ് ദ മോണിറ്റർ. പുള്ളി നോക്കത്തേ ഇല്ല. പുള്ളി അവനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, ഇതൊന്ന് കാണ്, അത് വേണ്ട. പുള്ളി എനിക്കൊന്നുമില്ല. പുള്ളിക്ക് ഒരുപാട് പണിയുണ്ട് പോലെ ഓടി അങ്ങ് പോകും, എനിക്കറിഞ്ഞൂടാ. അപ്പൊ അതുപോലെ ഇപ്പൊ മലയാളത്തിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ വിജയ് ബാബുവിന് തോന്നുന്നത് ആരാണ്? അല്ല, അങ്ങനെ തോന്നിയപ്പോഴല്ലേ ഇന്ദ്രൻ സേട്ടനെ വെച്ച് ഹോം ചെയ്തത്. നമുക്ക് അങ്ങനത്തെ സ്ക്രിപ്റ്റും വേണം. ഇപ്പം നമുക്ക് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവരെല്ലാം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ഫൈൻ, ദിസ് മൈറ്റ് ബി ഗുഡ് ഫോർ ദിസ് ആക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും. എന്ന് വെച്ചാൽ മലയാളത്തിൽ അങ്ങനെ ഗംഭീരമായിട്ട് ആക്ടേഴ്സായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരെയും വെച്ച് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പേരെടുത്തൊന്നും പറയാനില്ല, ഒരുപാട് പേരുകളുണ്ട്.